ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് അടിപൊളി ചായക്കടിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും അതുപോലെ തന്നെ നല്ല ചൂടോടുകൂടി 4 മണിക്ക് ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കി നോക്കാൻ. ഇത് നിങ്ങൾക്ക് പുതിന ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അല്ല, വെറുതെ അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചട്നിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു ഫില്ലിംഗ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കുക. പിന്നെ 1-2 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ നല്ല രുചിയുള്ള ഒരു പൊട്ടറ്റോ ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാലയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടിയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഫ്ലേവറിനനുസരിച്ച് ഗരം മസാല ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ഉടച്ചിട്ട് ചേർക്കുക, അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുക. കാരണം അധികം അങ്ങനെ കഷ്ണങ്ങളില്ലാതെ ഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഫൈനായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. കൈകൊണ്ട് പൊടിച്ചെടുക്കുക. ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ കുറച്ച് ഉപ്പ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അതാണ് കുറച്ച് കളർ വ്യത്യാസം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം ആ ഉള്ളിയുടെ കൂടെ. എന്നിട്ടൊന്ന് വഴറ്റിയിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതാ ഫില്ലിങ് റെഡിയായി. ഇപ്പോൾ കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫില്ലിംഗ് ആണ്. അതുപോലെ തന്നെ ഗരം മസാലയൊക്കെ ഇട്ട കാരണം നല്ല രുചിയാണ്. അപ്പോൾ ഇതിലേക്കുള്ള ബാറ്റർ പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് കടലമാവ് അല്ലെങ്കിൽ കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ബേസൻ എന്നൊക്കെ പറയില്ലേ, ബജ്ജിക്ക് എടുക്കണ കടലമാവ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടിയിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി മാത്രം ചേർത്താലും മതി കേട്ടോ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക കേട്ടോ. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് ഒന്ന് ബാറ്ററാക്കുക. അങ്ങനെ കട്ട കെട്ടാതെ ബാറ്ററാക്കുക കേട്ടോ. അപ്പോൾ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കുക. ബാറ്റർ ലൂസായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ മീതെ ഈ മാവ് പിടിക്കില്ല. അപ്പോൾ വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ കടലമാവ് ബാറ്റർ റെഡിയായി. ഇപ്പോൾ കടലമാവ് ബാറ്റർ ഉണ്ടാക്കുമ്പോൾ 1/4 കപ്പ് വെള്ളം ആദ്യം ഒഴിക്കുക. എന്നിട്ട് നല്ല തിക്ക് ബാറ്റർ ആക്കുക. വല്ലാതെ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കടലമാവിന് പകരം മൈദമാവ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമെങ്കിൽ ഇതേപോലെ 1/2 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇതിൽ കാണിക്കുന്ന പോലെ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് നിങ്ങൾക്ക് ഹോൾ വീറ്റ് ബ്രെഡോ അല്ലെങ്കിൽ സാധാരണ നോർമൽ വൈറ്റ് ബ്രെഡോ ഏത് ബ്രെഡ് വേണമെങ്കിൽ എടുക്കാം. ഇതിപ്പോൾ സൈഡൊന്നും വെട്ടിയെടുക്കണമെന്നില്ല, പക്ഷേ ഞാൻ സൈഡ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡ് വെട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം 2 സ്ലൈസ് എടുക്കുക. എപ്പോഴും 2 ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ച ബ്രെഡാവുമ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ കുറച്ച് ബാക്കി വന്ന ബ്രെഡൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ആകുമ്പോൾ ബ്രെഡ് കളയാതെ ഇതുപോലെ ഉണ്ടാക്കാം. ഫ്രഷായ ബ്രെഡായാലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ. അതിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മീതെ ഇങ്ങനെ ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒരേപോലെ കേട്ടോ. അതാ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടും പല ഷേപ്പിൽ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ അവർക്ക് കാണാൻ ഒരു രസമായിരിക്കും. ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പല ഷേപ്പിലും കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് വലിയ കുട്ടികളാവുക കാരണം വലിയവരാവുക കാരണം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. ഇവിടെ എല്ലാവർക്കും ഇത് വലിയ ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണത്. അപ്പോൾ ഇതേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ഓരോ ബ്രെഡും 3ആയിട്ടും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചിങ്ങനെ നീളത്തിലുള്ള കഷ്ണങ്ങൾ പോലെ തോന്നും. അപ്പോൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ റൗണ്ടായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇതേപോലെ നീളത്തിൽ 2 പീസായിട്ട് അല്ലെങ്കിൽ സ്ക്വയറായിട്ട് ഇങ്ങനെ 4 കഷ്ണങ്ങളാക്കിയിട്ടും കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിങ്ങനെ ബാറ്ററിൽ മുക്കിയിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇടുകയാണ് വേണ്ടത്. എപ്പോഴും നമ്മൾ ആ മസാല ഉള്ള ഭാഗം ഉണ്ടല്ലോ, അത് ആദ്യം ബാറ്ററിൽ മുക്കുക. എന്നിട്ട് മറ്റേ സൈഡും കൂടി മുക്കിയിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ ഇതിങ്ങനെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കടലമാവിൽ മുക്കിയിട്ടുള്ളതാണ് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇത് പറഞ്ഞാൽ ഒട്ടും എണ്ണ കുടിക്കൊന്നുമില്ല, അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായതിൻ്റെ ശേഷം മാത്രം ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് ഇത് ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് വറുത്ത് കോരി എടുക്കുക കേട്ടോ. വളരെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കുട്ടികൾക്ക് ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. നല്ല കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ സോഡയൊന്നും ചേർക്കാതെ തന്നെ ഇത് തനിയേ ഇങ്ങനെ പൊന്തി വരുന്നത് കണ്ടില്ലേ, നന്നായിട്ട് പൊന്തി വരും. നമ്മൾ വേറെ ഇതിൽ പൊന്തി വരാൻ വേണ്ടി ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ഒരേ സമയത്ത് തന്നെ 4-5 എണ്ണമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒന്നായിട്ട് ഉണ്ടാക്കി കാണിച്ചത്. അപ്പോൾ ഇതാ ഞാൻ കടലമാവിലുണ്ടാക്കി മുക്കിയിട്ടുള്ളത് റെഡിയായി. അപ്പോൾ അങ്ങനെ എല്ലാം കടലമാവിൽ മുക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഇനിയിപ്പോൾ മൈദമാവിൽ ഉണ്ടാക്കിയത് കാണിക്കാം. അപ്പോൾ ആദ്യം മൈദമാവ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈദമാവിൽ ഇതേപോലെ തന്നെ മുക്കിയിട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് തന്നെ ഇടണം, അത് ശ്രദ്ധിക്കണം. അപ്പോൾ മൈദമാവിൽ മുക്കുമ്പോൾ എപ്പോഴും ബ്രെഡ് ക്രംസിൽ ഉരുട്ടിയതിൻ്റെ ശേഷം ഇടുകയാണ് കുറച്ചും കൂടി കൂടുതൽ നല്ലത്. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ക്രിസ്പി ആയിരിക്കും കേട്ടോ. മൈദമാവിൽ മുക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് ഉരുട്ടിയെടുക്കുക. കടലമാവ് ആകുമ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നേരിട്ടിട്ട് തന്നെ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇത് ഏതെങ്കിലും ചട്നീൻ്റെ കൂടെ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒന്നുമില്ലെങ്കിലും ചട്നി ഒന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കടലമാവ് കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ നല്ല ചൂടോടെ കഴിക്കുമ്പോൾ നല്ല കുറച്ച് കൂടുതൽ ടേസ്റ്റ് തോന്നും കേട്ടോ. അപ്പോൾ അതെന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്